എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി രജീഷ്. ഇന്ന് നമ്മുടെ 12 kg വെയിറ്റ് ലോസ് ചലഞ്ചിൽ 43ാമത്തെ ദിവസമാണ്. അതുമാത്രമല്ല, കീറ്റോ ഡയറ്റ് തുടങ്ങിയിട്ട് ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് മുതൽ നമ്മുടെ ഡയറ്റിലും അതേപോലെ തന്നെ എക്സസൈസിലും ചെറിയൊരു മാറ്റം കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത്. ഡയറ്റിൽ നമ്മൾ ഓൾറെഡി ഇന്ന് കീറ്റോ സ്റ്റാർട്ട് ചെയ്തു. എക്സസൈസിൽ നമ്മൾ ചെയ്തത് ഇത്രയും ദിവസം നമ്മൾ കാർഡിയോ എക്സസൈസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂടെ സ്ട്രെങ്ത് ട്രെയിനിങ് കൂടെ ഉൾപ്പെടുത്തി. ഇപ്പോൾ നമ്മൾ 30 മിനിറ്റ് സൂംബ എക്സസൈസും അതിൻ്റെ കൂടെ 15 മിനിറ്റ് സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസും കൂടിയാണ് ഉൾപ്പെടുത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ സൂംബ ഡാൻസിൻ്റെയും അതേപോലെ തന്നെ സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസിൻ്റെയും ഒക്കെ തന്നെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോയി കാണാവുന്നതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കീറ്റോ ഡയറ്റ്, എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഈ കീറ്റോ ഡയറ്റിൽ കഴിക്കാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. നോർമലി നമ്മുടെ ശരീരം എനർജിക്കായിട്ട് ഉപയോഗിക്കുന്നത് കാർബോഹൈഡ്രേറ്റിനെയാണ് അഥവാ ഗ്ലൂക്കോസിനെയാണ്. ഇങ്ങനെ എനർജിക്കായിട്ട് ഉപയോഗിച്ച് ബാക്കി വരുന്ന ഗ്ലൂക്കോസിനെ ശരീരം ഗ്ലൈക്കോജനായിട്ടും അതുപോലെ തന്നെ കൊഴുപ്പായിട്ടൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. എന്നാൽ കീറ്റോ ഡയറ്റിൽ നമ്മൾ വളരെ കുറച്ച് മാത്രമേ കാർബോഹൈഡ്രേറ്റ്സ് ഉപയോഗിക്കുന്നുള്ളൂ. അതായത് ഏകദേശം ഒരു 5 മുതൽ 10% വരെ മാത്രമേ കാർബോഹൈഡ്രേറ്റ്സ് അഥവാ അന്നജം ഉപയോഗിക്കുന്നുള്ളൂ. എന്നാൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഫാറ്റ് അഥവാ കൊഴുപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡയറ്റിൽ നമ്മുടെ ശരീരം എനർജിക്കായിട്ട് ഉപയോഗിക്കുന്നത് ഫാറ്റിനെയാണ്. ഈ ഫാറ്റിനെ ഉപയോഗിച്ച് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കീറ്റോസിസ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഫാറ്റിനെ ഡയറക്റ്റായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫാറ്റ് ബേൺ ഉണ്ടാവുകയും നമ്മുടെ തടി കുറയുകയും ചെയ്യും. ഈ ഒരു കീറ്റോ ഡയറ്റിൽ നമ്മൾ ഡെയിലി കഴിക്കുന്നത് 70 മുതൽ 75% വരെ ഫാറ്റും 20 മുതൽ 25% വരെ പ്രോട്ടീനും അതേസമയം 5 മുതൽ 10% വരെ മാത്രമേ കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുന്നുള്ളൂ. ഇനി നമുക്ക് കീറ്റോ ഡയറ്റിൽ എന്തൊക്കെ കഴിക്കാമെന്നുള്ളത് പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് പോവാം. ഹെൽത്തി ഫാറ്റിൽ നമുക്ക് വെളിച്ചെണ്ണ, നെയ്യ്, ബട്ടർ, ഒലീവ് ഓയിൽ, അവോക്കാഡോ ഓയിൽ ഇവ ഉപയോഗിക്കാം. പ്രോട്ടീൻ എടുത്ത് നോക്കിയാൽ അതിൽ മുട്ട, ചിക്കൻ, മീനുകൾ, ബീഫ്, മട്ടൻ, പോർക്ക്, പനീർ ഇതൊക്കെ ഉപയോഗിക്കാം. പച്ചക്കറികളിൽ ചീര, ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, കക്കിരി, സുക്കിനി ഇതെല്ലാം ഉപയോഗിക്കാം. നട്ട്സ് എടുത്തു കഴിഞ്ഞാൽ ബദാം, വാൽനട്ട്, ചിയ സീഡ്, ഫ്ലാക്സ് സീഡ് ഇവയൊക്കെ ഉപയോഗിക്കാം. അണ്ടിപ്പരിപ്പ്, പിസ്ത ഇവ ലിമിറ്റ് ചെയ്ത് മാത്രം ഉപയോഗിക്കുക. പാലുൽപ്പന്നങ്ങളിൽ ചീസ്, തൈര്, ക്രീം, പാല് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ പാല് വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രം ഉപയോഗിക്കുക. പാനീയങ്ങളായിട്ട് നമുക്ക് വെള്ളം ഉപയോഗിക്കാം, ബ്ലാക്ക് കോഫി അല്ലെങ്കിൽ കട്ടൻ ചായ ഉപയോഗിക്കാം, ഗ്രീൻ ടീ ഉപയോഗിക്കാം, നാരങ്ങ വെള്ളം ഉപയോഗിക്കാം. പക്ഷേ മധുരമിടാതെ കുടിക്കുക. കഴിവതും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ തന്നെ ഈ ഒരു കീറ്റോ ഡയറ്റ് എടുക്കുന്ന സമയത്ത് കഴിക്കാനായിട്ട് നോക്കുക. പുറത്തുള്ള അല്ലെങ്കിൽ പാക്കറ്റിലൊക്കെ കിട്ടുന്ന മിക്ക ഫുഡുകളിലും നമ്മൾ അറിയാതെ തന്നെ ചെറിയ രീതിയിൽ ഷുഗർ അടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള പാക്കറ്റ് ഫുഡുകൾ മാക്സിമം കീറ്റോ ഡയറ്റിൽ ഉപേക്ഷിക്കുക. ഇനി നമുക്ക് കീറ്റോയിൽ ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാതരം ധാന്യങ്ങളും പയറുപരിപ്പ് വർഗ്ഗങ്ങളും ഒഴിവാക്കണം. മധുരമുള്ള എല്ലാം ഒഴിവാക്കുക. കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം ഒഴിവാക്കുക. ഫ്രൂട്ട്സിൽ മിക്കവയും ഉപയോഗിക്കാൻ പറ്റില്ല. ഉപയോഗിക്കാവുന്നത് അവോക്കാഡോ, ബ്ലൂബെറി, സ്ട്രോബെറി, ബ്ലാക്ക്ബെറി തുടങ്ങിയവയാണ്. അതേപോലെ ബേക്കറി ഐറ്റംസ്, ജങ്ക് ഫുഡുകൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം നമ്മൾ ഒഴിവാക്കണം. അതേപോലെ കീറ്റോ ഡയറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഏകദേശം 3 മുതൽ 4 ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ ദിവസം നിർബന്ധമായിട്ടും കുടിച്ചിരിക്കണം. ഇത് പറയാനുള്ള പ്രധാന കാരണം കീറ്റോയുടെ മെയിൻ സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ബാഡ് എഫക്റ്റ് എന്ന് പറയുന്നത് മലബന്ധമാണ്. മിക്ക ആളുകളിലും മലബന്ധത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് നോക്കുക. ഇത്രയൊക്കെയാണ് കീറ്റോനെ കുറിച്ച് ജനറലായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം. ഇന്ന് രാവിലെ എഴുന്നേറ്റു, ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിച്ചു, 40 മിനിറ്റ് എക്സസൈസ് ചെയ്തു. അതിൽ 30 മിനിറ്റ് സൂംബയും 10 മിനിറ്റ് സ്ട്രെങ്ത് ട്രെയിനിങ്ങുമാണ് ചെയ്തത്. അതിനുശേഷം 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായി കഴിച്ചത് 2 കോഴിമുട്ടയും ബദാമും വാൽനട്ടുമാണ്. 11 മണിക്ക് 4 അണ്ടിപ്പരിപ്പ് കഴിച്ചു. 1 മണിക്ക് ചിക്കനും മുരിങ്ങയില ഉപ്പേരിയും വാഴപ്പിണ്ടി ഉപ്പേരിയും കഴിച്ചു. വൈകിട്ട് ഒരു 4:10 ആയപ്പോൾ സൂംബ എക്സസൈസ് ചെയ്തു. 30 മിനിറ്റ് തന്നെയാണ് ചെയ്തത്. പിന്നീട് ഒരു 5 മണിയായപ്പോൾ കുറച്ച് കക്കിരിയും 2 പീസ് ചിക്കനും കഴിച്ചു. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നാളത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.